ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഫ്രഷ് ട്രിഗറുകളുടെ അഭാവം മൂലം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 25,000 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിടുകയും ഇൻഡെക്സ് 24,826 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് ഇൻറ്റൻസിറ്റി കുറഞ്ഞതും മാർക്കറ്റിന് 25,000 എന്ന റെസിസ്റ്റൻസിനെ മറികടക്കാൻ സാധിക്കാത്തതിന് പിന്നിലെ ഒരു പ്രധാന കാരണമാണ്. തിങ്കളാഴ്ച ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ 136 കോടിയുടെ ബൈയിങ് നടത്തിയപ്പോൾ ചൊവ്വാഴ്ച 348 കോടിയുടെ ബൈയിങ് മാത്രമാണ് നടത്തിയത്. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 10,104 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് പോസിറ്റീവായിരുന്നു. ഡോ ജോൺസ് 1.78%, നാസ്ഡാക്ക് 2%, S&P 2.47% ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ പ്രധാന കാരണം യൂറോപ്യൻ യൂണിയന് മുകളിൽ ഏർപ്പെടുത്താൻ തീരുമാനിച്ച താരിഫ് താൽക്കാലികമായി ഡിലേ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. കൂടാതെ ചൊവ്വാഴ്ച പുറത്തുവന്ന അമേരിക്കയുടെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതാണ്. അതിൻ്റെ ഇമ്പാക്റ്റും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ പ്രകടമായി. പ്രമുഖ സ്റ്റോക്കുകളൊക്കെ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രധാന റെസിസ്റ്റൻസായി 25,000 എന്ന ലെവൽ തന്നെയായിരിക്കും തുടരുക. 25,000 മുകളിൽ 25,180 25,200 റെസിസ്റ്റൻസ് സോണുകൾ തന്നെയാണ്. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ 24,500 25,200 ഇടയിലുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ നമ്മൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 25,200 എന്ന റേഞ്ചിനെ ഏതെങ്കിലും കാരണവശാൽ വരും ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്താൽ 25,600 വരെയുള്ള അപ്സൈഡ് മൊമെൻറ്റ് പ്രതീക്ഷിക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 10-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് 24,700 ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കും. ആ സപ്പോർട്ടിന് താഴെ 21-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് 24,556 എന്ന റേഞ്ചും ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലെവലുകളാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്ന് IRCTC, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, അവന്തി ഫീഡ്സ്, ബാറ്റ ഇന്ത്യ, ബിർള സോഫ്റ്റ്, കമിൻസ് ഇന്ത്യ, JSW ഹോൾഡിംഗ്, ജിൻഡാൽ വേൾഡ് വൈഡ്, അയോൺ എക്സ്ചേഞ്ച് ഇന്ത്യ, ഇൻസെക്ടിസൈഡ്സ് ഇന്ത്യ, ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ്, മിശ്രധാതു നിഗം ലിമിറ്റഡ്, നാറ്റ്കോ ഫാർമ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഭാരത് ഡൈനാമിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. കമ്പനിയുടെ റവന്യൂ 112% വർദ്ധിച്ച് 848 നിന്നും 1,800 കോടിയിലേക്ക് ഉയരുകയും അതേസമയം പ്രോഫിറ്റ് 6% ഇടിഞ്ഞ് 288 കോടിയിൽ നിന്നും 272 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മാർജിൻ 36% നിന്നും 17% ഇടിഞ്ഞപ്പോൾ എബിറ്റ 310 കോടിയിൽ നിന്നും 322 കോടിയിലേക്ക് ഉയർന്നു. LICയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രീമിയം ഇൻകം 3% ഇടിഞ്ഞ് 1.53 ലക്ഷം കോടിയിൽ നിന്നും 1.48 ലക്ഷം കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 38% വർദ്ധിച്ച് 13,781 നിന്നും 19,038 എത്തി. സോൾവൻസി റേഷ്യോ 1.98% നിന്നും 2% ഉയരുകയും ചെയ്തു. NMDCയുടെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലും എബിറ്റയിലുമൊക്കെ ഇടിവ് പ്രകടമാണ്. നെറ്റ് പ്രോഫിറ്റ് 21% ഇടിഞ്ഞ് 1,896 നിന്നും 1,483 എത്തുകയും എബിറ്റ 13.5% ഇടിഞ്ഞ് 2,372 നിന്നും 2,051 എത്തുകയും ചെയ്തു. റവന്യൂ 6% ഉയർന്നിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്കായ ടൈം ടെക്നോപ്ലാസ്റ്റിൻ്റെ പ്രോഫിറ്റ് 18% ഉയർന്നപ്പോൾ റവന്യൂ 5% ഉയരുകയും എബിറ്റ 14% ഉയരുകയും ചെയ്തു. എബിറ്റ മാർജിൻ 13% നിന്നും 14.5% ഉയർന്നു. പ്രോഫിറ്റ് 92 കോടിയിൽ നിന്നും 109 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. സുപ്രിയ ലൈഫ് സയൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാണ്. പ്രോഫിറ്റിൽ 36% വർധനവുണ്ടായി. 37 കോടിയിൽ നിന്നും 40 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. മാർജിൻ 35% നിന്നും 36%. എബിറ്റ 21% വർദ്ധിച്ച് 55 കോടിയിൽ നിന്നും 67 കോടിയിലേക്കും റവന്യൂ 16% വർദ്ധിച്ച് 158 നിന്നും 184 കോടിയിലേക്കും ഉയർന്നു. JK ലക്ഷ്മി സിമെൻറ്റിൻ്റെ റവന്യൂ 6% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 17% വർദ്ധിച്ചു. 157 കോടിയിൽ നിന്നും 183 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നത്. കമ്പനിയുടെ എബിറ്റ 4% വർദ്ധിക്കുകയും മാർജിൻ 18.9% നിന്നും 18.5% കറക്റ്റ് ആവുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ITC ആണ്. ITCയിലെ പ്രമുഖ ഇൻവെസ്റ്ററായ ബ്രിട്ടീഷ് അമേരിക്കൻ ടബാക്കോ കമ്പനി ITCയുടെ 2.3% സ്റ്റേക്കുകൾ 400 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഓഫ് ലോഡ് ചെയ്യുന്നുണ്ട്. 8% ഡിസ്കൗണ്ടിലാണ് ഓഫ് ലോഡിംഗ് നടത്തുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ITC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം.
രണ്ടാമത്തേത് സൊണാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനി കോൾട്രിക്സ് എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. HBL എഞ്ചിനീയറിംഗിന് ഇർക്കോൺ ഇൻ്റർനാഷണലിൻ്റെ സൈഡിൽ നിന്നും 102 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഫണ്ട് റൈസ് പോയിന്റ് ഓഫ് വ്യൂ മുത്തൂറ്റ് ക്യാപിറ്റൽ, രാമകൃഷ്ണ ഫോർജിങ്സ് തുടങ്ങിയ സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാം. വാരി എനർജി എന്ന കമ്പനി ഇവ റിന്യൂവബിൾസ് ടെക്നോ സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി ചേർന്നുള്ള പാക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വാരി എനർജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ജൂപ്പിറ്റർ വാഗൺ ആണ്. ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ അഡോപ്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പിക്കപ്പ് എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്